വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ച് എ.പി. സുന്നി വിഭാഗം നേതാവ് സയ്യിദ് സ്വലാബ് തുറാബ് തങ്ങൾ. ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണമെന്ന് രാജ്യത്ത് നിയമമുണ്ടോ എന്നും കേസ് കണ്ട് ആരും ഭയക്കേണ്ടെന്നും സുന്നി നേതാവ് പറയുന്നു. കോഴിക്കോട് പെരുമണ്ണയിൽ നടന്ന മതപ്രഭാഷണത്തിനിടെയാണ് വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ചുള്ള സുന്നി നേതാവിന്റെ വാക്കുകൾ. ആരോഗ്യ മേഖലയും ശാസ്ത്രത്തെയും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു മതപ്രഭാഷണം. വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനിടെ വനിതാ വിഭാഗം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പ്രസവം വീട്ടിൽ നടത്തണമെന്നത് അന്ധവിശ്വാസമാണെന്നും പ്രസവത്തിനായി ആരോഗ്യ കേന്ദ്രങ്ങൾ തന്നെ സന്ദർശിക്കണമെന്നും മുജാഹിദ് വനിതാ വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിന്റെ പിന്നാലെയാണ് വിഷയം പൊതുയിടങ്ങളിൽ ചർച്ചാ വിഷയമായത്. എന്നാൽ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ച് ചില മതപ്രഭാഷകർ രംഗത്തെത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആരോഗ്യരംഗത്ത് മാതൃശിശു പരിചരണത്തിലും ദേശീയ തലത്തിൽ കാലങ്ങളായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ പ്രസ്തുത ഖ്യാതിക്ക് മങ്ങലേൽപ്പിക്കുന്ന വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ സംസ്ഥാനം കണ്ടത്. പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും മാത്രം ഉണ്ടായിരുന്ന കാലത്ത് നിലവിലുണ്ടായിരുന്ന ഗാർഹിക പ്രസവത്തെ പാരമ്പര്യത്തിന്റെ ഭാഗമെന്നും വേദനരഹിതം, പ്രകൃതിദത്തം എന്നീ പരസ്യവാക്കുകൾ മേമ്പടി ചേർത്തും അക്യുപങ്ക്ചർ എന്ന ചികിത്സാ രീതിയുടെ പേര് പറഞ്ഞും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തുടനീളം വിശ്വ മലബാർ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഒരു യുവതി ഗാർഹിക പ്രസവത്തിനോടനുബന്ധിച്ച് രക്തസ്രാവത്തിൽ മരിച്ചതിലും കേരളത്തിൽ ഒരു പതിറ്റാണ്ടിലധികമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകതരം അക്യുപങ്ക്ചർ ചികിത്സാ രീതിയുടെയും അതിന്റെ പ്രയോക്താക്കളുടെയും പ്രചരണങ്ങളുടെയും സ്വാധീനമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന 2023 മാർച്ച് മുതൽ 2024 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 523 ഗാർഹിക പ്രസവങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആയതിനാൽ സിംഹഭാഗം കൈയടിയെ കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയ്ക്കാണ്. 253 എണ്ണം ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ കണക്കുകൾ മലപ്പുറം ജില്ല മുൻപിൽ വന്നത് ന്യായമായി പറയുമെങ്കിലും അക്യുപങ്ക്ചർ, നാച്ചുറോപ്പതി തുടങ്ങിയ ചികിത്സാ രീതി പിന്തുടരുന്നവരുടെ എണ്ണം കൂടുതലായത് കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ വീട്ടിലെ പ്രസവം അധികരിക്കാൻ കാരണമെന്ന് ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നവരുടെ അനുഭവം പറയുന്നു. കുടുംബത്തിലോ സുഹൃത്തുവലയത്തിലോ നടക്കുന്ന ഒരു ഗാർഹിക പ്രസവം അപകടം കൂടാതെ പൂർത്തിയായാൽ അത് മുഖേന കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കും. ഇതാണ് ഇവരുടെ രീതി. ഇതിനൊപ്പം മതത്തെയും വിശ്വാസങ്ങളെയും മേമ്പടി ചാർത്തി അവതരിപ്പിക്കുന്നതും ആധുനിക വൈദ്യശാസ്ത്രത്തോട് കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്നതും പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നു. വാക്സിനേഷൻ, അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ, സ്കാനിംഗ് തുടങ്ങിയവയ്ക്കെതിരെ കടുത്ത പ്രചാരമാണ് ഇക്കൂട്ടർ അഴിച്ചുവിടുന്നത്. സോഷ്യൽ മീഡിയ വഴി വമ്പിച്ച പ്രചരണമാണ് ഇവർ നടത്തുന്നത്. ഇത്തരത്തിൽ വ്യാജമായ വാർത്തകളും തെറ്റായ പ്രചരണവും നടത്തുന്നവരെ ചങ്ങലയ്ക്ക് തന്നെ ഇടുകയാണ് വേണ്ടത്.